ഈ ചുരിദാർ ഇഷ്ടപ്പെട്ടു, നല്ല കളറ്. ഇവരുടെ എല്ലാ ചുരിദാറും നമുക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുവേ. ഇതെന്തായാലും ഞാനൊന്ന് ഓർഡർ കൊടുക്കുവാണേ, ഓർഡർ ചെയ്യുവാണേ. ഇവർക്ക് വാട്സാപ്പ് ഉണ്ട് കേട്ടോ, വാട്സാപ്പിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വാട്സാപ്പിനകത്ത് ഓർഡർ ചെയ്യുന്നത്, വാട്സാപ്പിലൊന്നും ഓർഡർ ചെയ്യരുത്. എന്താ? വാട്സാപ്പ് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ടല്ലെങ്കിൽ ഓർഡർ ചെയ്യേ. വെബ്സൈറ്റിൽ കയറി നോക്കാനൊന്നും എനിക്കറിയത്തില്ല. എന്നാ പിന്നെ ഓർഡർ ചെയ്യണ്ട, വാട്സാപ്പിലൊന്നും ചെയ്തുകൂടാ. വാട്സാപ്പൊക്കെ കൂടുതലും ഫേക്കാ. ഇയാൾ ഈ കയ്യിൽ നിന്ന് വാശി ആരുടെ പോയി ചോദിക്കും? ചുമ്മാ നച്ചല് പറയാതെ. സിമി, ഓൺലൈനിലെ ഇപ്പം പ്രശ്നങ്ങളാണ്. അങ്ങനൊന്നും പ്രശ്നമൊന്നുമില്ല. വാട്സാപ്പ് ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്, എന്ത് കുഴപ്പം? സിമി, കയ്യിൽ നിന്ന് പൈസ പോയാൽ ആരുടെ ചോദിക്കാൻ പറ്റത്തില്ല. വലിയ പൈസ ഒന്നുമില്ല. പൈസ പോകാൻ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, 600 രൂപയുടെ കാര്യം. അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ കയറി 600 രൂപയുടെ കാര്യമേ ഉള്ളൂ. എനിക്കൊന്നും പറയാനില്ല. കയ്യിലെ പൈസ പോയാൽ ഒന്നും അറിയാം, ഓൺലൈനാ. ഞാൻ നോക്കിക്കോ, അങ്ങനെ പോകത്തില്ല. ഇവര് നമുക്ക് ഉടനെ തന്നെ ഇവര് റിപ്ലൈ തരുന്നുണ്ട്. പറഞ്ഞാൽ കേൾക്കാം. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയുന്ന പഴഞ്ചൊല്ലുണ്ട്. ഇങ്ങോട്ടൊന്ന് നോക്ക്, എന്തോ ചെയ്യുന്നേന്നാ. എന്ത് ഭംഗിയെ നോക്ക്, ഇതൊക്കെ കാണാൻ എന്ത് രസമാ. ഇതിനകത്ത് വാട്സാപ്പിനകത്ത് ക്ലിക്ക് ചെയ്യും, എന്ത് എളുപ്പമെന്ന് അറിയാവോ? നമ്മൾ മെസ്സേജ് ഇട്ടാൽ ഉടനെ അവർ റിപ്ലൈ സാധാരണ തരുന്നതാണ്. എന്തെങ്കിലും ഊടായിപ്പാ, ഞാൻ കാര്യമായിട്ട് പറയുക. അവരുടെ സൈറ്റ് ഉണ്ടെങ്കിൽ സൈറ്റ് ആകുമ്പോൾ വെബ്സൈറ്റൊക്കെ ഓതറൈസ്ഡ് ആയിരിക്കും. ഇതൊക്കെ വല്ലവരും തട്ടിക്കൂട്ടി വെച്ചേക്കുന്ന സാധനങ്ങളാണെങ്കിൽ ഇയാളെ കാശ് പോക്കാം. നമ്മൾ ഇതേപോലൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ അവർ നമുക്ക് ആ ചുരിദാറിൻ്റെ പലതരത്തിലുള്ള കളറുകൾ നമുക്ക് അയച്ചു തരുന്നുണ്ട്. കണ്ടോ, 799 രൂപയുടെ ഈ ഇട്ടേക്കുന്നത്. 799 രൂപ ഇട്ടപ്പോൾ അവർ അടുത്ത് ചോദിച്ചിരിക്കുന്നുണ്ട് സൈസ് ചാർട്ട്, സെലക്ട് കളർ ആൻഡ് സൈസ്. നമ്മൾ അന്നേരം അത് ഏത് സൈസാണെന്ന് കൊടുക്കണം. അന്നേരം അവർ 790. ഓക്കെ, സെലക്ട് സൈസ് ചെയ്യാം. ഞാൻ XXL കൊടുത്ത്. അപ്പോൾ ഓക്കെ, ഫോർ ഓർഡർ ഡെലിവറി ഡീറ്റെയിൽസ് സെൻഡ് മീ. അവരെനിക്ക് ഓർഡറിൻ്റെ നമ്മൾ അയക്കേണ്ട ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ. കണ്ടോ, നെയിം ഇതെല്ലാം അയച്ചു കൊടുത്തിട്ട് ഡെലിവറി ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത്, എൻ്റെ പേര് വെച്ചിട്ട് ഞാനിങ്ങനെ അയച്ചു കൊടുത്ത്, ഫോൺ നമ്പറും അയച്ചു കൊടുത്തേ. പിന്നെ അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി അല്ല, പേയ്മെൻറ്റ് അവർക്ക് ഇപ്പം ചെയ്യണം. പേയ്മെൻറ്റും അങ്ങനെ കൊടുത്ത്, പേയ്മെൻറ്റ് നൗ, പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാൻ. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ അവരതിന് അവൈലബിൾ അല്ലെന്നാണ് പറഞ്ഞത്, കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചുരിദാറിന് 799 രൂപ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പേയ്മെൻറ്റ് കൺഫർമേഷൻ പ്രോസസ്സിങ് കമ്പൽസറി ഷിപ്പിംഗ് ചാർജ് എന്നും പറഞ്ഞ്, പേയ്മെൻറ്റ് കൺഫർമേഷന് പ്രോസസ്സിങ് കമ്പൽസറിയെ, ഷിപ്പിംഗ് ചാർജസ്, DTDC കൊറിയർ സർവീസ്. ഇനി ഈ കൊറിയറിന് നമ്മൾ 299 രൂപ അയക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ട് 299 രൂപ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് റീഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 249 രൂപ റീഫണ്ട് ചെയ്ത് തരുമെന്നും, പ്രോസസ്സിങ് ചാർജ് 50 രൂപ അത് റീഫണ്ട് ചെയ്യത്തില്ലെന്നും, റീഫണ്ട് ടൈം കാണിച്ചേക്കുന്നത് 72 hours. എന്നിട്ട് അവർ ഇതിൻ്റെയും 299 രൂപ അയക്കാനുള്ള QR കോഡ് അയച്ചു തന്നിട്ടുണ്ട്. പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട്, റീഫണ്ട് എമൗണ്ട്, പേ നൗ. ഞാൻ വിളിച്ചപ്പോൾ ഒരു ഫോൺ എടുത്തില്ല. അന്നേരം അവർ എന്തുവാന്ന്, ദിസ് ഈസ് കമ്പൽസറി പ്രോസസ്സിങ് ആണ്. ഞാൻ പറഞ്ഞ് അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള ഇത് പറഞ്ഞപ്പോഴും അവർ വരുമ്പോൾ പൈസ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അവരിട്ടേക്കുന്നത് ഇതേപോലെ ഉണ്ടോ, പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെന്ന് കാണിച്ചേ. പെട്ടെന്ന് ചെയ്യാൻ, ഫാസ്റ്റ് ആക്കാൻ, ഫാസ്റ്റ് പേ നൗ, ദിസ് ഈസ് കമ്പൽസറി പ്രോസസ്സിങ്, റീഫണ്ട് എമൗണ്ട്. റീഫണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ റീഫണ്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. കണ്ടോ, ഞാൻ ഈ പൈസ അയച്ചു കൊടുത്തപ്പം കൊടുത്തേക്കുന്നുണ്ടോ, 299 അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞേക്കുന്നുണ്ടോ 2-3 ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യുമെന്ന്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓക്കെ, ഞാൻ എന്തെങ്കിലും മെസ്സേജ് ഇട്ടിട്ട് ആ മെസ്സേജ് അവർ കേട്ട് ഓക്കെ പറഞ്ഞ് DTDC കൊറിയർ സർവീസ് പറഞ്ഞ്. പിന്നീട് ഞാൻ ഇത് കൊറിയർ വന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴും ഒരു ടിക്ക് മാത്രമേ ഇതിനകത്ത് വീഴുന്നുള്ളൂ, ബാക്കി ടിക്കുകളൊന്നും ഇതിനകത്ത് വീഴുന്നില്ല. ഇതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഇത് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ കണ്ടോ, ഞാൻ ഇന്ന് ചെയ്തതാണ്, ഇപ്പം ഞാൻ ചെയ്തതാണ്. ഇപ്പം ചെയ്തപ്പോൾ കണ്ടോ, ഞാൻ ഈ മെസ്സേജ് ഇട്ടപ്പോൾ അതായത് ഇത് 599 രൂപയുടേതാണ്. ഈ 599 ഇട്ടപ്പോൾ ഇവർ പല കളറുകൾ എന്നെ കാണിച്ചിരുന്നു. ഇതിനകത്ത് ഏത് കളറ് വേണമെന്ന്, കളറ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈസ് കൊടുക്കുക. അപ്പം ഞാൻ ഇതിനകത്ത് ഈ കളറ് സെലക്ട് ചെയ്യുക. കളർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ, ഈ കളർ ഇട്ട് കൊടുത്തപ്പോൾ അവർ സൈസിൻ്റെ ചാർട്ട് അയച്ചു തന്നിട്ടുണ്ട്. സെലക്ട് കളർ ആൻഡ് സൈസ്.
ഇനി ഇവർ നമ്മുടെ അടുത്ത് തിരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഉടനെ തന്നെ റിപ്ലൈ ഒരു ഓൺലൈനിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ടൈപ്പ് ചെയ്യുന്നുണ്ടോ? കണ്ടോ, അഡ്രസ്സും പിൻ നമ്പറും അയച്ചു കൊടുക്കാൻ. നമുക്ക് ഓരോ അബദ്ധം പറ്റുന്നത്, പറഞ്ഞത് ഞാൻ കേൾക്കാത്തതിന് എനിക്ക് പറ്റിയ അബദ്ധമാണ്. അഡ്രസ്സും കാര്യങ്ങളും അയച്ചു കൊടുക്കുക. അവർ ടൈപ്പ് ചെയ്യുക, സെൻഡ് മീ ഡെലിവറി അഡ്രസ്സ്. ചോദിക്കുമ്പോൾ ഞാനിതിന് എൻ്റെ അഡ്രസ്സ് ഞാൻ കൊടുക്കുക. അവർ വീണ്ടും അവർ ടൈപ്പ് ചെയ്യുക. അവർക്ക് വെപ്രാളം. സെൻഡ് മീ ഡെലിവറി അഡ്രസ് മീ. കണ്ടോ, ഒരു സീൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ പൈസ അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്കൊരു മെസ്സേജ് ഇട്ടാൽ ഒരു ടിക്ക് മാത്രമേ ഇതിനകത്ത് വീഴും. എന്നെപ്പോലെ ആർക്കും അബദ്ധം പറ്റാതിരിക്കട്ടെ. QR കോഡ് ഇട്ട് തന്നു. ഇത് കഴിഞ്ഞിട്ട് പേ ചെയ്യാൻ, ഈ 599 രൂപ പേ ചെയ്യാൻ. ഓരോ കടകളുടെ പേരിൽ നടക്കുന്ന കള്ളത്തരമാണിത്. കണ്ടോ, പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇത് അയച്ചു കൊടുക്കുമ്പോൾ അവർ പറയും കൊറിയർ ചാർജ്, ഷിപ്പിംഗ് ചാർജ് വേണമെന്ന് പറയും. ഷിപ്പിംഗ് ചാർജ് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ കൊറിയർ കിട്ടുമെന്നുള്ള മെസ്സേജ് വന്നിട്ട് പിന്നെ നമ്മൾ അയക്കുമ്പോൾ ഒരു റിപ്ലൈയും ഇല്ല. പറഞ്ഞ അനുസരിക്കാത്ത എൻ്റെ ഫലം, എൻ്റെ പൈസ തന്നെ പോയി, ഞാൻ അനുസരിക്കാത്തതിൻ്റെ ഇത്.